കുഞ്ഞി തച്ചമ്മ വയക്കം മുഹമ്മദ് ബഷീറിന്റെ ഉപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു എന്ന കൃതിയിലെ കുഞ്ഞിപ്പാത്തുയുടെ ഉമ്മ ഞാനാണ് കേട്ടോ. ഞാൻ ഒരു പൊങ്ങച്ചക്കാരിയാണേ. ഞാൻ എൻ്റെ മോളോട് എപ്പോഴും പറയും, ഈ അയൽപക്കത്തെ പിള്ളേരോടൊന്നും മിണ്ടാൻ നിൽക്കണ്ട. എൻ്റെ ഉപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എൻ്റെ ഉപ്പ എന്നെ കെട്ടാൻ വന്നപ്പോൾ ആ ആനപ്പുറത്ത് കയറിയിട്ടാ വന്ന്. ഈ അയൽപക്കത്തേക്കൊന്നും പോലെ ഈ പടക്ക് ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ. എല്ലാവർക്കും കൊടുക്ക്. നാരായണിയുടെയും എൻ്റെയും പേര്. എന്നെ മാത്രം സ്നേഹിക്കുന്നു. എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ വലിയ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല. ഞാനും സുന്ദരനൊന്നുമല്ല. എനിക്കൊന്ന് കാണണം. എനിക്കും ഒന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ നാരായണിയാണു ഞാൻ. ആരാണ് അവിടെ ചുളമടിക്കുന്നത്? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാ. 2.5 കൊല്ലം തടവ്. ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? 14 വർഷം. അപ്പോൾ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 വർഷം. എന്തൊരു ജീവിതം. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉള്ള കാര്യം? ജയിലല്ലേ, എല്ലാവർക്കും എല്ലാം അറിയാം. ഇവിടെ ഒരു രഹസ്യങ്ങളും തന്നെ ഇല്ല. നാരായണി, ഈ ഭൂമുഖത്തുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. വേണ്ട, ഒരെണ്ണം മതി. തരുമോ? ഓ, ഇതെന്ത് ചോദ്യമാ നാരായണി? തരുമോ? നാരായണി അവിടെ തന്നെ നിൽക്കണേ, ഞാനിപ്പം കൊണ്ടുവരാം. കേട്ടു. നാരായണി, നാരായണി. എന്താ? ഞാൻ വിളിച്ചല്ലോ, എവിടെയായിരുന്നു? ഞാൻ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. ബഷീറേ, റോസാച്ചെടി കൊണ്ടുവന്നോ? ബഷീറേ, ബഷീറേ. ദൈവത്തെ ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നുവെങ്കിൽ ദൈവം എന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടുകയില്ല. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. ഇതാ പൂവ്. ഞാൻ ബാല്യകാല സഖിയിലെ മജീദാണ്. 2 ഓർമ്മകൾ കൂടിച്ചേർന്നാൽ ഒരു ഇമ്മിണി വലിയ ഒന്നാകും. ഉമ്മ, പത്തിരി അങ്ങ് ചുട്ടൂട്. ബാപ്പ കാത്തു നിൽക്കണേ. എന്തേലും ഒരു പണി ചെയ്യേ. പെണ്ണായി പിറന്നാൽ തീ പിടിപ്പിക്കാനെങ്കിലും അറിയണം. ഞാൻ അനമക്കാരുടെ പൊന്നാര മോളാ. എൻ്റെ ഉപ്പുക്കിരി ഒരാളുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എടി മതി, നീ നാവടക്ക്. അല്ലെങ്കിൽ ഞാൻ മൂക്കി വലിച്ചു വെച്ചു. ഞാൻ അനമക്കാരുടെ പൊന്നാര മോളെ. എൻ്റെ ഉപ്പുക്കിരി വലിയൊരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എൻ്റെ പൊന്നുമ്മ, ഒന്നടങ്ങ്. ഉമ്മ, അപ്പുറത്ത് ഒരു അയൽക്കാർ വന്നിക്കുന്നു. ഞാനൊന്ന് പോട്ടെ. പോയിട്ട് വേഗം വരണം. അല്ല എൻ്റെ കുഞ്ഞിക്ക, നിങ്ങളിവിടെ ചായം കുടിച്ചിരിക്കുക? എൻ്റെ ആടിനെ കാണാനില്ലല്ലോ. ബാല്യകാല സഖിയും ശബ്ദങ്ങളും നിന്റെ ആട് തിന്നു. ഉപ്പു തിന്നാൻ നോക്കിയപ്പോൾ ഞാനതിനെ അപ്പുറത്ത് കെട്ടിയിട്ടു. മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന നോവലിന്റെ കഥാപാത്രത്തെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അവന്റെ റബ്ബേ, ഒരു പേരൊക്കെ പോലും ബാക്കി വെച്ചില്ലല്ലോ അവറ്റ. ഊതിക്കൊരു ചക്ക പോലും തിന്നാൻ കഴിയില്ലല്ലോ. എനിക്ക് ഇതൊന്നും കാണാൻ കഴിയൂലേ. കുട്ടികളും മക്കളും ഇതിൽ കൂടി എങ്ങനെയൊക്കെ നടക്കണത്? ചേരയും പാമ്പും പഴുതാരയും എല്ലാ പണ്ടാരങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങളിത് വല്ലതും കാണുന്നുണ്ടോ മനുഷ്യ? അതെങ്ങനെ 24 മണിക്കൂർ ആ ചാരുകസാരങ്ങളിൽ ഇങ്ങനെ കുത്തി ഇരിഞ്ഞ് ആലോചിച്ചോ. ഈനും മാത്രം നിങ്ങൾ എന്താണ് ആലോചിക്കാനുള്ളത്?
ഞാനിത് ആരോടെ പറയണേ? നിങ്ങൾക്ക് കുട്ടികളെക്കാട്ടും മക്കളെക്കാട്ടും വലുത് ജന്തുക്കളോ അല്ലേ? അതിനൊരു പേരും ഭൂമിയുടെ അവകാശികളും. ഇനി എന്തൊക്കെ കാണുന്നുണ്ട് റബ്ബേ. നമ്മളെ പാത്തമ്മ, നമ്മളെയൊക്കെ വലിയൊരു എഴുത്തുകാരനാ ബഷീർ. നമ്മളെ കുറിച്ചൊക്കെ ഇതിന് പാത്തുമ്മേൻ്റെ ആട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?